ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഗിന്നുവാണേ. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് വിഷു റിലേറ്റഡ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഐസ്ക്രീം ബോളില്ലേ, അതുകൊണ്ട് നമ്മളുടെ ഉണ്ണിക്കണ്ണൻ്റെ വെണ്ണക്കുട ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മൾ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ എടുക്കുന്ന സോക്സ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ അതിൽ ഒട്ടിക്കുന്ന സംഭവങ്ങളൊക്കെ നന്നായിട്ട് സ്റ്റിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ ഇതിൻ്റെ മേളിലൊന്ന് ഒട്ടിച്ചെടുത്താലും മതി. ജസ്റ്റ് കഷ്ണങ്ങളായിട്ട് മുറിച്ച് പശ വെച്ചിട്ട് നമുക്കതിൽ സ്റ്റിക്ക് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഞാൻ എളുപ്പപ്പണിക്കാണ് ഇങ്ങനെയൊരു പരിപാടി ചെയ്യണം കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ തുണി എടുത്തിട്ടും ഇതിൻ്റെ മേളിൽ കൂടെ റാപ്പ് ചെയ്ത് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാമേ. പിന്നെ കട്ടിയുള്ളൊരു പേപ്പർ, അത് എന്ത് ടൈപ്പ് പേപ്പർ ആണെങ്കിലും എടുക്കാം കേട്ടോ. ഇത്തിരി കട്ടി വേണമെന്നേ ഉള്ളൂ. ആ പേപ്പർ കൊണ്ടിട്ട് ജസ്റ്റ് ഒരു റൗണ്ടായിട്ട് ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ ഒന്ന് ഒട്ടിച്ചൊക്കെ എടുക്കുക. അത് ആ കുടത്തിൻ്റെ മുകൾ ഭാഗം വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒന്ന് പശ ഒട്ടിച്ച് അതിൻ്റെ മുകളിൽ വെക്കുക. ഓക്കെ, ഇത് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ആയതിനു ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് എങ്ങനത്തെ ഡെക്കറേഷൻ വേണമെങ്കിലും ചെയ്യാം. നൂല് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം, ഇപ്പോൾ സീക്വൻസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം, ബീഡ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും ഫുള്ളായിട്ട് നമുക്ക്, അല്ലെങ്കിൽ പകുതി, എങ്ങനെയാണ് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3D ലൈനറും കൂടെ ഇതിൻ്റെ ഒപ്പം യൂസ് ചെയ്യുന്നുണ്ട്. ആ 3D ലൈനറും കൂടെ വെച്ചിട്ട് ഞാൻ കുറച്ച് ഡിസൈൻസൊക്കെ ചെയ്യുന്നുണ്ട്. ബീഡ്സ് വയ്ക്കുന്നുണ്ട്, സീക്വൻസ് വെച്ചിട്ടുണ്ട്. കൂടുതൽ ആഡംബരമൊന്നും ചെയ്യുന്നില്ല, വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഒരു തട്ടിക്കൂട്ട് പരിപാടിയെന്നും കൂടെ പറയാട്ടോ വേണമെങ്കിൽ. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ വിഷുവിന് കണിയൊക്കെ വെക്കുമ്പോൾ സൈഡിൽ ഉറി പോലെ നമുക്ക് ഇത് കെട്ടി തൂക്കിയിടാം. അതല്ലെങ്കിൽ ഒരു സൈഡിൽ വയ്ക്കാം, ഒരു സ്റ്റാൻഡ് പോലെ ആക്കിയിട്ട് വയ്ക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മനോധർമ്മം അനുസരിച്ച് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ വിഷു റിലേറ്റഡ് ആയിട്ട് ഉണ്ണിക്കണ്ണൻ്റെ ഉറിയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്, വെണ്ണക്കുടം. അപ്പോൾ ഇതിൽ ആ ഒരു വെണ്ണയുടെ എഫക്റ്റ് ലാസ്റ്റ് ഞാൻ വെണ്ണയുടെ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഞ്ഞി വെച്ചിട്ടാണ് ഇതിൽ ഫില്ല് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പഞ്ഞിയോ അത് അല്ലെങ്കിൽ പേപ്പറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പഞ്ഞിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇത് കെട്ടിത്തൂക്കി ഇടണം എന്നുണ്ടെങ്കിലാണ് ഇതുപോലെ ഒരു ബേസ് എടുത്തിട്ട് അതിൽ ഇങ്ങനെ പശ ഒട്ടിച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഒരു ഉറിയായിട്ട് തൂക്കിയിടാം. ഇനി കാറിലോ നമ്മുടെ വീട്ടിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഹാങ് ചെയ്തിടാം, പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.